അല്ലെങ്കിൽ ഞാൻ സിമെൻറ്റ് കൊണ്ട് എന്ത് ചെയ്താലും ആദ്യം പണി കിട്ടും. കുറേ നാളായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു സാധനമാണിത്. ആദ്യം ചെയ്തപ്പോൾ സൈഡിൽ വെച്ചിരുന്ന പേപ്പേഴ്സിന് കട്ടി കുറവായതുകൊണ്ട് നനഞ്ഞ് സിമെൻറ്റൊക്കെ ആകെ ഒലിച്ച് വൃത്തികേടായി. അപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞു, നിനക്ക് പറ്റുന്ന പണിയെല്ലാം നിർത്തിയിട്ട് പോക്കോളാം. പക്ഷെ ഞാൻ അങ്ങനെ തോറ്റു കൊടുക്കാൻ റെഡി ആയിരുന്നില്ല. പിന്നെയും രണ്ടാമത് കാർഡ് ബോർഡിൽ ഒരു ഫ്ലവേഴ്സിൻ്റെ ഷേപ്പിൽ വരച്ചിട്ട് ചുറ്റും കാർഡ് ബോർഡോ അല്ലെങ്കിൽ കട്ടിയുള്ള പേപ്പറോ വെച്ച് ഒട്ടിച്ചെടുത്തു. ആദ്യത്തെ ലെയർ വൈറ്റ് സിമെൻറ്റ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൽ ഹോൾ ഇട്ട് വയ്ക്കാനായിട്ട് ഒരു പേപ്പറിൻ്റെ കഷ്ണം ചുരുട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് രണ്ടാമത്തെ ലെയറും കൂടെ ഒഴിച്ചെടുത്ത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എടുക്കുന്നത്. ആ പേപ്പറൊക്കെ മാറ്റിയതിന് ശേഷം ഞാനൊരു കത്തി വെച്ചിട്ടും പിന്നെ സാൻഡ് പേപ്പർ വെച്ചിട്ടും ഉരച്ച് നല്ല വൃത്തിയായിട്ട് എടുത്തു. ഇത് വൈറ്റ് പെയിൻറ് അടിച്ച് ഞാൻ ഉണക്കാൻ വെച്ചപ്പോഴാണ് അമ്മ വന്ന് തട്ടിയിട്ടത്. അമ്മ അടിച്ചു വാരിക്കൊണ്ടിരുന്നപ്പോൾ കൈ തട്ടിയിട്ട് താഴെ വീണ് പൊട്ടിയതാണ്. പിന്നെ ഫ്ലക്സ് ക്യൂക്കൊക്കെ വെച്ച് ഒട്ടിച്ചിട്ട് സിമെൻറ്റ് ഒന്നുകൂടെ ലെയർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവസാനം ഈ കാണുന്ന പരുവത്തിലാക്കിയെടുത്തു. വൈറ്റ് പ്ലെയിൻ ആയിട്ട് ഇരിക്കാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. പിന്നെ ഇതേപോലെ എന്തെങ്കിലും ഇലയും പൂവൊക്കെ വെച്ച് കൊടുത്താലോ എന്ന് വിചാരിച്ചു. ചെറിയൊരു ഗ്രേ ഷെയ്ഡ് കൊടുത്തതിന് ശേഷം ഗ്രേ ക്ലേ കൊണ്ട് തന്നെ റോസ് ഫ്ലവറും റോസിൻ്റെ ഇലകളും വൈൻസും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത്ര പെർഫെക്ഷൻ വന്നില്ലെങ്കിലും എനിക്ക് അവസാനത്തെ ലുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ.